അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇതൊരു വാർത്ത അല്ലാതായി മാറിയിരിക്കുന്നു. മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ വാർത്താ മൂല്യവുമില്ല. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലമുള്ള ജനങ്ങളുടെ വിഷമതകളും അപകടങ്ങളും സംബന്ധിച്ചുള്ള വാർത്തയെ അല്ലാതായി മാറിക്കഴിഞ്ഞു. സൂര്യൻ ഉദിക്കുന്നത് പോലെ നിത്യവും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവ. ജനങ്ങൾ ഉണരുന്നതും കാണുന്നതും കേൾക്കുന്നതും അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ്. ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായ മാധ്യമങ്ങൾക്ക് പോലും മടുപ്പായി. എങ്കിലും പറയാതെ വയ്യ, ഇന്നും ഒരു അപകടം നടന്നു അരൂരിൽ. ദൃശ്യങ്ങളിലേക്ക് പോകാം. അരൂരിൽ ദേശീയപാതയോരത്ത് വീണ്ടും വാഹനം കുഴിയിൽ ചാടി. പത്തനംതിട്ടയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് രാവിലെ 7:15 മണിയോടെ അരൂർ സൗത്ത് പെട്രോൾ പമ്പിന് സമീപം നിരവധി അപകടങ്ങളുണ്ടായിട്ടും ഇനിയും മൂടാതെ കിടന്ന കുഴിയിൽ ചാടുകയായിരുന്നു. ആ കുഴി ഒരു ഇരയെ കാത്തു കിടക്കുകയായിരുന്നു എന്ന് തോന്നി. സ്വന്തമായി കരകയറാൻ പറ്റാത്ത വിധം താണുപോയി ബസ്. ഇതിനു മുന്നേ ഈ കുഴിയിൽ ചാടിയ വാഹനങ്ങളും അവയുടെ ഉടമകളും ഇപ്പോൾ ചിരിക്കുകയാവാം. ഒരുത്തം കൂടി വീണല്ലോ. ഈ ഭാഗത്ത് നിരവധി വാഹനങ്ങൾ കുഴിയിൽ ചാടിയ വിവരം നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കുഴിയും കുഴിയെടുത്ത ആളുകളും അവിടെ നിർബാധം തുടരുകയാണ്. ആരെയെങ്കിലും ഇനി കുഴിയിൽ വയ്ക്കുന്നതുവരെ അത് തുടരും. പിന്നെ കളി കാര്യമാവാം. ഹൈക്കോടതിയും അമിക്കസ് ക്യൂരിയും റെസിഡൻസ് അസോസിയേഷനുകളും വ്യാപാരികളും ജനകീയ സമിതിയും പഞ്ചായത്തുമൊക്കെ നിരന്തരം പ്രക്ഷോഭങ്ങൾ നയിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൽ വരച്ച വര പോലെ ഒരു ഫലവുമില്ല. മഴയും ഒരു തടസ്സമാണ് എന്നത് നിഷേധിക്കുന്നില്ല. നിർമ്മാണത്തിന് മുന്നേ DPRൽ ചെയ്ത ഒരു പാപമാണ് ഇതിനെല്ലാം കാരണമെന്നറിയാം. അതിന് പാപപരിഹാരം ചെയ്തേ തീരൂ. ഏതൊക്കെ വഴിയിലൂടെയാണെങ്കിലും വിദഗ്ധരുമായി ചർച്ച ചെയ്യണം. കേന്ദ്ര സംസ്ഥാന തദ്ദേശ ഭരണകൂടങ്ങൾ നിരന്തരം കരാർ കമ്പനിയുമായി ബന്ധപ്പെടണം. അത്രയേ അരൂർ വിഷൻ ന്യൂസ് ചാനലിന് പറയാനുള്ളൂ. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.